Good morning. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ജൂലൈ 26 ന്യൂസ് പേപ്പറിൽ സുപ്രീം കോർട്ടിന്റെ ഒരു വിധിയാണ് വലിയ ന്യൂസ് ആയിട്ടുള്ളത്. ഒരു ഡിസ്ട്രിക്റ്റില് 100-ൽ കൂടുതൽ പോക്സോ കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോക്സോ കോർട്ട് സ്പെഷ്യലായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ സെറ്റ് ചെയ്യണമെന്നൊരു സുപ്രീം കോടതി വിധിയുണ്ട്. പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പോക്സോ ആക്ട് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. ഈ ആക്ട് പ്രകാരം ഒരു ഡിസ്ട്രിക്റ്റിൽ 100-ലധികം ചൈൽഡ് അബ്യൂസ് കേസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ഡിസ്ട്രിക്റ്റിലും ആയിക്കോട്ടെ അവിടെ ഒരു പോക്സോ സ്പെഷ്യൽ കോർട്ട് സെറ്റ് ചെയ്യണം. ഫാസ്റ്റ് ആയിട്ട് ഈ കേസസ് എല്ലാം തീർക്കാനാണ് ഇങ്ങനെ ഒരു പോക്സോ കോർട്ട് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വിധി. അതിനുള്ള എല്ലാ ചെലവുകൾ അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല വഹിക്കേണ്ടത്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതൊരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ അമെന്റ്മെന്റ് ബിൽ 2019 ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി. അപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ അമെന്റ്മെന്റ് ബില്ല് അപ്പൊ ഇനിയിപ്പോ പ്രസിഡന്റിന്റെ അപ്രൂവൽ മാത്രം മതി, അത് നിലവിൽ വരാൻ പോയാണ്. ഒരുപാട് ഒപ്പോസിഷൻ പാർട്ടീസ് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു ബില്ലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അമെന്റ്മെന്റ് ബിൽ. പക്ഷേ അത് പാർലമെന്റ് പാസ്സായി, ലോക്സഭയിലും രാജ്യസഭയിലും. പിന്നീട് രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് ആണ്. ഹരിവൻഷ് HARIVANSH. അതുപോലെ ഇനി ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജില് ടൂർ ഡി ഫ്രാൻസിനെ കുറിച്ച് തന്നെയാണ് എല്ലാ ദിവസത്തെയും ന്യൂസ് പോലെ ഇന്നും ടൂർ ഡി ഫ്രാൻസിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. വേൾഡിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അത് ഏകദേശം ഫൈനൽ സ്റ്റേജസിലേക്ക് പോവുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ടൂർ ഡി ഫ്രാൻസിലെ ചാമ്പ്യൻ ആരെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇന്ത്യയുടെ ഒരു ജാവലിൻ ത്രോവറായ ശിവപാൽ സിംഗിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ശിവപാൽ സിംഗ് SHIVPAL ശിവപാൽ സിംഗ് ഇന്ത്യയുടെ ഒരു ജാവലിൻ ത്രോവറാണ്. ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ബെസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് നീരജ് ചോപ്രയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നീരജ് ചോപ്ര ഇസ് ദ ഓൺലി വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഇൻ അത്ലറ്റിക്സ് ഫ്രം ഇന്ത്യ. അത്ലറ്റിക്സിൽ വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ഒരേ ഒരു ഇന്ത്യൻ ആണ്. ജൂനിയർ ലെവലിലാണ് ജാവലിൻ ത്രോയിൽ വേൾഡ് റെക്കോർഡ് ഹോൾഡർ നീരജ് ചോപ്രയാണ്. പിന്നെ സായി പ്രണീത് എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ്. സായി പ്രണീത്, അദ്ദേഹത്തിന് ഒരു ഫോട്ടോ ഉണ്ട്. SAI സായി പ്രണീത് PRANWTH. പിന്നീട് AIFF കുറിച്ചും ഫിഫയെ കുറിച്ചും ന്യൂസ് ഉണ്ട്. ഫിഫ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ് ആണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഫിഫ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ് ഫുട്ബോളിന്റെ ഇന്റർനാഷണൽ ബോഡി. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. ഫിഫയുടെ പ്രസിഡന്റ് ഗ്യാനി ഇൻഫാന്റിനോ, GIANNI ഗ്യാനി ഇൻഫാന്റിനോ. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതിന്റെ പ്രസിഡന്റ് പ്രഫുൽ പട്ടേലാണ്. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ UTT സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചാണ്. UTT അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്, ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് ലീഗാണ്. UTT സ്റ്റാർട്ട് ചെയ്തു, അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ വേൾഡ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. വേൾഡ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയിലെ ഗോങ്ജുലാണ്. GWANGJU ഗോങ്ജു. അതുപോലെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി സ്പോൺസറായിട്ട് മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ബൈജൂസ് എന്ന് പറയുന്ന കമ്പനി മാറി. അത് ആക്ച്വലി അതൊരു വലിയ ന്യൂസ് ആണ്. കാരണം വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനം, വളരെ സാധാരണക്കാരനായ ഒരാളായിരുന്നു ബൈജു രവീന്ദ്രൻ. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ബൈജൂസ് ആപ്പ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് ആപ്പായിട്ട് മാറി. ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് അത് എപ്പോഴും ഗ്ലോബൽ കമ്പനീസ് ആണ്. ക്രിക്കറ്റ് ടീമിന് അതുവരെ അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു, അതുവരെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞുള്ള വലിയൊരു സംഭവമാണ്. പിന്നീട് 14th പേജ് ബിസിനസ് പേജിൽ L&T കമ്പനിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഈ കമ്പനീസിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് വരുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് പറയുന്നതേ ഉള്ളൂ. L&Tയുടെ CEO SN സുബ്രഹ്മണ്യൻ. L&T CEO SN സുബ്രഹ്മണ്യൻ. അത് കഴിയുമ്പോൾ NAA നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NAA നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി. നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി NAA എന്ന് പറയുന്നത് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ്. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വഴി അതിന്റെ ഇംപ്ലിമെന്റേഷൻ വഴി ഉണ്ടാകുന്ന ലാഭം കമ്പനികൾ എടുക്കാതെ അത് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യണമെന്നാണ്. ലാഭം കമ്പനികൾ എടുക്കാതെ അത് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യണമെന്നാണ്. അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടത് NAA ആണ്, നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി. GSTയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ബാങ്ക് ഓഫ് ബറോഡയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ
ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗവൺമെന്റ് ബാങ്കാണ്, പബ്ലിക് സെക്ടർ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആഫ്റ്റർ ദാറ്റ് ബാങ്ക് ഓഫ് ബറോഡ is the second largest public sector bank. And ബാങ്ക് ഓഫ് ബറോഡയായിട്ട് റീസെന്റ് മെർജ് ചെയ്യപ്പെട്ട ഗവൺമെന്റ് ബാങ്കുകളാണ് വിജയ ബാങ്കും ദേന ബാങ്കും. വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക് ബോത്ത് വെർ മെർജ്ഡ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ റീസെന്റ്. UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ആണ്. അത് ഇന്ത്യയിലെ പേയ്മെന്റ് ആപ്പുകളെല്ലാം വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പേയ്മെന്റ് ആപ്പായ പേടിഎം, അതുപോലെ ഫോൺ പേ, ഗൂഗിൾ പേ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് UPIയിലാണ്, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസിലാണ്. 12th പേജ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ റഷ്യയുടെ ഒരു ഷിപ്പ് ഉക്രൈൻ പിടിച്ചെടുത്തു എന്നൊരു ന്യൂസ് ഉണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ആക്ച്വലി റഷ്യയുടെ നെയ്ബറിംഗ് കൺട്രിയാണ് ഉക്രൈൻ. പക്ഷേ 2014 ഉക്രൈന്റെ ഒരു പ്രദേശമായ ക്രിമിയ, CRIMEA, ക്രിമിയ എന്ന് പറയുന്ന ഉക്രൈന്റെ ഒരു പ്രദേശം റഷ്യ അനക്സേഷൻ നടത്തി. അനക്സേഷൻ നടത്തിയെന്ന് വെച്ചാൽ റഷ്യയോടൊപ്പം കൂട്ടി. ഇപ്പം ക്രിമിയ എന്ന് പറഞ്ഞ ഉക്രൈന്റെ ആ ഒരു പ്രദേശം റഷ്യയുടേതാണ്. അത് അന്ന് മുതലാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഉക്രൈന്റെ ക്യാപിറ്റൽ കീവ് ആണ്, KIEV, കീവ്. ഉക്രൈന്റെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ആണ്. VOLODYMYR, വൊളോഡിമിർ സെലൻസ്കി, ZELENSKIY. പിന്നെ വലിയൊരു ന്യൂസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ ടുണീഷ്യയുടെ പ്രസിഡന്റ് മരിച്ചുപോയി എന്നാണ്. ടുണീഷ്യ ഇസ് അറബ് കൺട്രി. ടുണീഷ്യ ഒരു അറബ് കൺട്രിയാണ്. ടുണീഷ്യയുടെ ക്യാപിറ്റൽ ടുണിസ് ആണ്, TUNIS, ടുണിസ്. ടുണീഷ്യയുടെ ക്യാപിറ്റൽ ടുണിസ് ആണ്. ടുണീഷ്യയിലെ ആദ്യത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് പ്രസിഡന്റ് ആയിരുന്നു ബെജി സെയ്ദ് SFC. അദ്ദേഹം പ്രായാധിക്യം കൊണ്ടാണ് മരിച്ചത്. 92 വയസ്സുണ്ടായിരുന്നു. ടുണീഷ്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് പ്രസിഡന്റ് ആയ ബെജി, ബെജി സെയ്ദ്, CAID, ബെജി സെയ്ദ് SFC, ESSCBSI, ബെജി സെയ്ദ് SFC. അത് കഴിയുമ്പോൾ നമ്മൾ നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ 10th പേജില് ലോക്സഭ ട്രിപ്പിൾ തലാഖ് ബില്ല് പാസാക്കി എന്നൊരു ന്യൂസ് ഉണ്ട്. ട്രിപ്പിൾ തലാഖ് ബിൽ എന്ന് ഷോർട്ട് ഫോം അറിയപ്പെടുന്ന ബില്ലിന്റെ യഥാർത്ഥ പേര് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ബിൽ 2019 എന്നാണ്. മുസ്ലിം വിമൻ ബ്രാക്കറ്റില് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ബിൽ 2019. അപ്പം അതിനെയാണ് ട്രിപ്പിൾ തലാഖ് ബിൽ എന്നറിയപ്പെടുന്നത്. ഈ ട്രിപ്പിൾ തലാഖ് ബില്ല് പാർലമെന്റിൽ ഇന്നലെ പാസ്സാക്കി. വേറെ ഒന്നും അല്ലാതെ എന്താണെന്ന് വെച്ചാൽ മുസ്ലിം റിലീജിയനിൽ മുമ്പ് ഡിവോഴ്സിന് യൂസ് ചെയ്തിരുന്ന സിസ്റ്റമായ ട്രിപ്പിൾ തലാഖ് സുപ്രീം കോടതി ബാൻ ചെയ്തു. അപ്പൊ സുപ്രീം കോടതി ബാൻ ചെയ്തപ്പോൾ അതിനെ നിരോധിച്ചുകൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ബില്ലാണ് ഈ ബിൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ യൂണിയൻ ലോ മിനിസ്റ്റർ രവിശങ്കർ പ്രസാദ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ രവിശങ്കർ പ്രസാദ്. ഇപ്പോഴത്തെ ലോക്സഭ 17th ലോക്സഭയാണ്. ഇപ്പോഴത്തെ ലോക്സഭ 17ാം ലോക്സഭയാണ് ഇപ്പം നിലവിലിരിക്കുന്നത്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രഹ്ലാദ് ജോഷി ആണ്. അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിന്റെ ഫോട്ടോയും ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററാണ് പ്രകാശ് ജാവദേക്കർ, JVADKR. പിന്നെ INS, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി. ഇന്ത്യയിലെ ന്യൂസ് പേപ്പറുകളുടെ ഒരു ഗ്രൂപ്പാണ്. INS, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി. അതിന്റെ പ്രസിഡന്റ് ആണ് ജയന്ത് മാമൻ മാത്യു. മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് അദ്ദേഹം, ജയന്ത് മാമൻ മാത്യു. അതുപോലെ ഇന്ത്യയുടെ നേവിയുടെ ചീഫ് അഡ്മിറൽ കരംബീർ സിംഗിന്റെ ഒരു ഫോട്ടോ ഇന്നത്തെ ഹിന്ദുവിന്റെ 11ാമത്തെ പേജിൽ 11th പേജിലുണ്ട്. അപ്പൊ ഇന്ത്യയുടെ നേവൽ ചീഫാണ് അഡ്മിറൽ കരംബീർ സിംഗ്, KARAMBIR, കരംബീർ സിംഗ്. അതുപോലെ കുൽഭൂഷൺ ജാദവിന്റെ ഒരു ന്യൂസും ഉണ്ട്. കുൽഭൂഷൺ ജാദവ് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, യുണൈറ്റഡ് നേഷൻസിന്റെ കോർട്ട് ആയ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ, നെതർലാൻഡ്സിലെ ഹേഗ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള കോർട്ട് ഈ ഇടയ്ക്ക് വിധിച്ചത് കുൽഭൂഷൺ ജാദവിന് അനുകൂലമായിട്ടാണ്. പാകിസ്ഥാനില് സ്പൈ എന്ന് മുദ്രകുത്തി എക്സിക്യൂഷന് വിധിക്കപ്പെട്ട് ജീവിക്കുന്ന ഇന്ത്യക്കാരനാണ് കുൽഭൂഷൺ ജാദവ്.
പിന്നെ ബ്രിക്സ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബ്രിക്സ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇന്ന് മുതൽ ബ്രസീലിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രസീലിന്റെ ക്യാപിറ്റലാണ് ബ്രസീലിയ. ആ ബ്രസീലിയയിൽ വെച്ചാണ് ബ്രിക്സ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ ബ്രിക്സ് മീറ്റിംഗ് നടക്കാൻ പോണതും ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോണതും ഈ ബ്രസീലിയയിൽ വെച്ച് തന്നെയാണ്, ബ്രസീലിൽ വെച്ചാണ്. അത് നവംബറിലാണ്. അതിന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കും. എന്ത് ഡേറ്റയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോക്കലി സൂക്ഷിക്കണമെന്ന് എല്ലാ ഓർഗനൈസേഷൻസിനും കൊടുത്തത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സകല ഡേറ്റയും പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു POS ടെർമിനൽ, ഈ ഒരു POS ടെർമിനലിൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെന്റ് നടത്തുമ്പോൾ മിക്കവാറും അത് വിസയോ മാസ്റ്റർ കാർഡോ ഒക്കെ ആയിരിക്കും ആ കാർഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതൊക്കെ അമേരിക്കൻ കമ്പനീസ് ആണ്. മുമ്പ് അവർ ചെയ്തിരുന്നത് ഈ ട്രാൻസാക്ഷൻസിന്റെ പോലും ഡേറ്റ സൂക്ഷിച്ചിരുന്നത് US അവരുടെ സെർവറുകളിലാണ്. പക്ഷെ ഇനി അത് പോസിബിൾ അല്ല. ഇനി മുതൽ ഇന്ത്യയിൽ തന്നെ സെർവേഴ്സിൽ ഇതുപോലുള്ള കമ്പനീസ് എല്ലാം, പേയ്മെന്റ് റിലേറ്റഡ് കമ്പനീസ് എല്ലാവരും ഇന്ത്യൻ സെർവേഴ്സ് ഉണ്ടാക്കി അതിനകത്ത് ഇന്ത്യയിൽ ഡേറ്റ ലോക്കലൈസേഷൻ നടത്തണം എന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. ഓൺലി ഡേറ്റ റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ദ ടെററിസ്റ്റ് ടാഗ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ദ ടെററിസ്റ്റ് ടാഗ് അതെന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ ഇപ്പൊ പാസ്സാക്കിയ ഒരു നിയമം UAPA എന്ന് പറഞ്ഞ സംഭവം പണ്ട് ഇന്ത്യയിലുണ്ട്. UAPA എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ് UAPA എന്ന് പറയുന്നത്. പക്ഷെ അതിലിപ്പോ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ആ അമെന്റ്മെന്റ് അനുസരിച്ച് ഇൻഡിവിജ്വൽസിനെ ടെററിസ്റ്റുകളായിട്ട് മുദ്രകുത്താൻ UAPA ഉപയോഗിച്ച് പറ്റും. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻസിനെയാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ ഇനി മുതൽ ടെറർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരെ ഇൻഡിവിജ്വൽസിനെയും ടെററിസ്റ്റ് എന്ന് ടാഗ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആ നിയമം പക്ഷെ അതിന്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇൻഡിവിജ്വൽസിനെ ടെററിസ്റ്റ് എന്ന് പിന്നീട് ടാഗ് ചെയ്യുന്ന ശരിയാണ് ഓപ്പോസിഷൻ പാർട്ടീസ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഹിന്ദുവില് ഇന്നത്തെ ടെററിസ്റ്റ് ടാഗ് എന്ന് പറഞ്ഞ ഫസ്റ്റ് എഡിറ്റോറിയൽ. UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. രണ്ടാമത്തെ ബോറിസ് ഡേയ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ബോറിസ് ഡേയ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയലിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബോറിസ് ജോൺസനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. ബോറിസ് ജോൺസൺ എന്ന ന്യൂ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റഡ് ആയ ബോറിസ് ജോൺസൺ, അദ്ദേഹത്തിന്റെ ചലഞ്ചസ്, അതൊക്കെ അതിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഇതിലൊന്നിന്റെ സമ്മറി എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള ഒരു സ്റ്റേറ്റായ അരുണാചൽ പ്രദേശിലെ ഒരു ടൈഗർ റിസർവിന്റെ പേരുണ്ട്. അരുണാചൽ പ്രദേശിലുള്ള ഒരു ടൈഗർ റിസർവ് ആണ് നന്ദഭ ടൈഗർ റിസർവ്. NAMDAPHA നന്ദഭ ടൈഗർ റിസർവ്. ഇറ്റ് ഇസ് ഇൻ അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ടൈഗർ കൺസർവേഷൻ ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഓർഗനൈസേഷനാണ് NDCA. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. NDCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. GSLV MK3യെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 മിഷൻ സക്സസ്ഫുള്ളി നടത്തിയ ലോഞ്ച് വെഹിക്കിളാണ് GSLV MK3. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കും ഇതുപോലെ ഒരു നാഷണൽ പാർക്കാണ്, മൈസൂരിലാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകത്തിലാണ്. നമുക്കൊരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉള്ളത് സാറ്റർഡേയിലെ ന്യൂസ് പേപ്പറാണ്. നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. സാറ്റർഡേയിലെ ന്യൂസ് പേപ്പറിൽ NRCയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ പറഞ്ഞാണ് നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. അത് ആസാമിലാണ് NRC നടപ്പാക്കുന്നത്. അത് കഴിഞ്ഞ് ടെണ്ടുൽക്കറിനെയും അലൻ ഡൊണാൾഡിനെയും ICC ഹോൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്തതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ICC ഹോൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്. അപ്പൊ ആ ഹോൾ ഓഫ് ഫെയിമിലേക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് അലൻ ഡൊണാൾഡ്, പഴയ ഒരു സൗത്ത് ആഫ്രിക്കൻ ബൗളറാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് പുറമെ ഇന്ത്യയിൽ നിന്ന് മറ്റ് 5 ക്രിക്കറ്റേഴ്സും ഹോൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് മുമ്പ് ആണ് ബിഷൻ സിംഗ് ബേഡി, BS ബേഡി എന്ന് പറയുന്നത് പഴയ ഒരു ഇന്ത്യൻ സ്പിൻ ബൗളറായിരുന്നു. BS ബേഡി, രാഹുൽ ദ്രാവിഡ്, അതുപോലെ സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, പിന്നീട് ഒരു പ്ലെയർ കൂടെ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞത് സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് പറഞ്ഞു, രാഹുൽ ദ്രാവിഡിന്റെ പേര് പറഞ്ഞു അനിൽ കുംബ്ലെ, രാഹുൽ ദ്രാവിഡ്, സച്ചിൻ ടെണ്ടുൽക്കർ, ബിഷൻ സിംഗ് ബേഡി, സുനിൽ ഗവാസ്കർ ആൻഡ് കപിൽ ദേവ്. അങ്ങനെ 6 പേര്.
അതുപോലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പറയുന്ന ഫുട്ബോൾ ടൂർണമെന്റ് നോർത്ത് കൊറിയ വിൻ ചെയ്തു. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് നോർത്ത് കൊറിയ വിൻ ചെയ്തു. ഇന്ത്യയുടെ പുതിയ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് പൃഥു ഗുപ്ത, PRITHU, പൃഥു ഗുപ്ത. പിന്നെ ഇൻഡിഗോയെ കുറിച്ചുള്ള ന്യൂസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ് ഇൻഡിഗോ. അതുപോലെ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ, സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗി, സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. പിന്നീട് ഏഞ്ചല മെർക്കൽ, ജർമ്മനിയുടെ ചാൻസലർ ഏഞ്ചല മെർക്കൽ. പിന്നീട് വേൾഡിലെ ഒരു കൺട്രിയുടെ പേരാണ് കൊസോവോ, KOSOVO. എത്ര പേര് ആ കൺട്രിയുടെ നെയിം തന്നെ കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഒരു വേൾഡ് കൺട്രിയാണ്, യൂറോപ്പിലാണെന്നാണ് എന്റെ വിശ്വാസം. യൂറോപ്യൻ കൺട്രിയാണ് കൊസോവോ, KOSOVO. പിന്നെ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, NHRC ചെയർപേഴ്സൺ HL ദത്തു ആണ്, ജസ്റ്റിസ് HL ദത്തു, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ. പിന്നീട് വിവേക് കുമാർ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ആയ IAS ഓഫീസറാണ് വിവേക് കുമാർ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ആയ IAS ഓഫീസർ വിവേക് കുമാർ. FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തുന്ന ജോയിന്റ് ആർമി എക്സർസൈസ് ആണ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തുന്ന ജോയിന്റ് ആർമി എക്സർസൈസ് ആണ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ് ചന്ദ്രശേഖര റാവു. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രശേഖര റാവു. അതുപോലെ ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒരു ഫോട്ടോയും ഉണ്ട്. ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രയിൽ ഗോദാവരി റിവറിൽ വരുന്ന ഒരു വലിയ വാട്ടർ ഡാം പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്ട്, POLAVARAM, പോളവാരം പ്രോജക്ട്. ആന്ധ്രയിലെ ഗോദാവരി റിവറിൽ വരുന്ന ഒരു വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്ട്. ഇത്രയായപ്പോഴത്തേക്കും നമ്മൾ ഇതുവരെയുള്ള ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് എല്ലാം പെൻഡിങ് ഉൾപ്പെടെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി 1-2 എക്കണോമിക് ടൈംസ് മാത്രമേ ഉള്ളൂ. അത് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.